പ്രിയപ്പെട്ടവരെ, എക്സാംസ് എന്നുള്ളത് കരിക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഇന്നിതാ ഈ ഒരു വീടിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ VR വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ക്ലയൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഇതിൽ കൂടെ എങ്ങനെയാണ് ഇവരുടെ വീട് പണി കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വെക്കാൻ വേണ്ടി പോവാട്ടോ. ഇതൊന്നിങ്ങനെ വെക്കുക, എന്നിട്ടൊന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഭാഗങ്ങൾ കംപ്ലീറ്റ് അതിൽ കൂടെ നമുക്ക് കാണാം. ഇപ്പോൾ ലിവിങ് റൂമിലുള്ള വെച്ചെങ്കിൽ നമുക്ക് ബെഡ്റൂമിൽ എൻ്റർ ചെയ്യണമെങ്കിൽ അവിടെ ആ ഒരു ഐക്കൺ കാണാം, ബെഡ്റൂം എന്നുള്ള ഐക്കൺ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ്റൂമിൽ എൻ്റർ ചെയ്യാം. ശരിക്കും പറഞ്ഞാലേ വീട് പണി കഴിഞ്ഞിട്ട് ഇന്റീരിയറും കഴിഞ്ഞ് നമ്മളെ വീട്ടില് നിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് കിട്ടിയത്. അതെ, ശരിക്കും വീട് പണിയുമ്പോഴേ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ശരിക്കും ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റീരിയർ അവിടെ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഫൈനലൈസ് ചെയ്തിട്ട് ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് സുഖമായിട്ട്. ശരിക്കും ഞങ്ങൾ എന്താ പറയണ അറിയോ, പ്ലാനിങ് ആവുമ്പോ തന്നെ അതിന്റെ ഇപ്പോൾ നമുക്ക് സ്ട്രക്ചർ തറയായിട്ടുള്ളൂ, തറപ്പണിയായിട്ടുള്ളൂ. ഇനിയിപ്പോൾ സ്ട്രക്ചർ ഇതിന് മുകളിലേക്ക് പടവ് വരുമല്ലോ, അതിന് മുമ്പ് തന്നെ ഇന്റീരിയറിന്റെ ഇതുപോലുള്ള ഒരു ഡിസൈൻ ആക്കി വെക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഗുണം ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഇത് വെച്ചിട്ട് കണ്ട്. ഇനിയിപ്പോ ഞങ്ങള് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പൊ മൂപ്പർക്ക് ഇത് കാണുന്ന ഇതെന്തായാലും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഇല്ല, ഞങ്ങളുടെ അടുത്ത് ഒരു പീസ് ഉള്ളൂ. അതിന് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിലിപ്പോൾ ഞങ്ങളൊരു ലിങ്ക് അയച്ചു തരും. ഇപ്പോൾ ഈ പറഞ്ഞ കമൻസ് ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തൊരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ VR കണ്ട അതേ കാര്യങ്ങൾ നമുക്ക് മൊബൈലിലോ അല്ലെങ്കിൽ TV-യിലാക്കിയിട്ടോ ലാപ്ടോപ്പിലോ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നമ്മൾ കാണുന്നത് ഒന്നും കൂടി വലിയൊരു സ്ക്രീന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ശരിക്കിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് ടൈൽസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കളറിലുള്ള ടൈൽസ് സെലക്ട് ചെയ്യാനും, പിന്നെ ഒരുപാട് ടൈൽ ഷോപ്പിൽ കുറേ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആകേണ്ടതില്ല, കൺഫ്യൂഷൻ ആവേണ്ടതില്ല. ഇലക്ട്രിക്കലിൻ്റെ പോയിന്റ്സ് ഇടുക, അങ്ങനത്തെ പ്ലംബിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കും ഇതുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ കുറേ ലൈറ്റ്സ് അവിടെ ഇവിടെ കണ്ടല്ലോ, അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ എവിടെ വേണം എന്നുള്ളത് വർക്കേഴ്സിനും ഈ ഒരു ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് കറക്റ്റ് ഇലക്ട്രീഷ്യനൊക്കെ വളരെ എളുപ്പത്തിൽ അത് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇതില്ലാതെ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഡ്രോയിങ് ഇതൊന്നും ഇല്ലാതെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഈ പിന്നീട് എടുക്കുമ്പോൾ ഇവിടെ പോയിന്റ് വേണം പറഞ്ഞാൽ പിന്നെയും പൊളിക്കേണ്ടി വരും. നിങ്ങൾ എന്തായാലും 100% സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളുടെ വർക്കാണെങ്കിലും പിന്നെ നിങ്ങളുടെ കുറേ സജഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ പുതുതായിട്ട് വീട് പണിയുന്നവരാണ്, കുറേ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. നമ്മള് ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാം, ആരോട് ചോദിക്കണം, കുറേ യൂട്യൂബ് സെർച്ച് ചെയ്യും, അതെന്തായിരുന്നു. പക്ഷെ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല. ഞങ്ങൾ എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പൊ ഇന്റീരിയർ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിലുള്ള ഇന്റീരിയർ എങ്ങനെ ഭംഗിയാക്കാൻ പറ്റും. ഇപ്പൊ കൺസ്ട്രക്ഷൻ A to Z ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോഴും അതിന്റെ ഒരു എക്സ്റ്റീരിയർ ഇന്റീരിയർ കൂടിയിട്ട് എങ്ങനെ ഭംഗിയാക്കാൻ പറ്റും, ആ ഒരു രീതിക്കൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് UAE പോവാണ്. അപ്പൊ എന്തായാലും എന്റെ ഈ കാര്യങ്ങളും ഈ ഡിസൈനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാണ്, അതിൻ്റെ കാര്യങ്ങളിൽ പ്ലാനിങ്ങിലാണെന്നുണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ നല്ല കറക്റ്റായിട്ട് ചെയ്തു തരാൻ എസാ ഹോംസിനെ എന്തായാലും അപ്രോച്ച് ചെയ്തു. അവർ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. എന്തായാലും താങ്ക് യു സോ മച്ച്.